പിന്നെ വേറെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും മൂപ്പരോട് ചോദിക്കരുത് കേട്ടോ. ആ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കിടക്കാം. ഇന്റർവ്യൂ അല്ല, കുറച്ച് ആൾക്കാർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഗൈസ് എന്തൊക്കെ ഡൗട്ടെല്ലാം എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. എന്തൊക്കെ ഉള്ളത് പറഞ്ഞോ. എന്തിനാടാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അലിൻജോ സാറിന്റെ ഏറ്റവും വലിയ ഇതെന്താ, ഡ്രീം എന്താണ്, സ്വപ്നം? ഡ്രീം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലപ്പോ, എന്നാലും എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി എന്റെ ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ് ഭാര്യയായിട്ട്. ഡ്രീമാണ്. മനസ്സിലാക്കാത്ത ആൾക്കാർ കുറവാണ്. അപ്പൊ ഗേൾഫ്രണ്ട് ഇല്ല ഇപ്പൊ? ഒരുപാട് നമുക്കിപ്പോ ഒരുപാട് പേരോട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ സാമ്പത്തികം കൊണ്ടും കൊടുത്തു കഴിഞ്ഞാല് കളയിക്കാൻ പറ്റും. ശരീരം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാലും ചില സമയത്ത് പാവപ്പെട്ടവരെ കിട്ടാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു നമ്മൾ മനസ്സിലാക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയെ തന്നെ കിട്ടാൻ പ്ലാൻ. ഒരു സങ്കല്പം എന്താ, മലയാള തനിമ എന്ന് പറഞ്ഞ പെൺകുട്ടിയാണോ, അല്ലെ മോഡേൺ ആണോ, അല്ലെങ്കിൽ നാടൻ ടൈപ്പ്, ഈ സാരി എല്ലാം എടുത്തുള്ള ആ ഒരു ടൈപ്പ്? സാരി കൊടുക്കാൻ, ചുരിദാർ കൊടുക്കാം. നാടൻ പെണ്ണായിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് മൂപ്പര ഏറ്റവും വലിയ ഡ്രീം. അപ്പൊ ഇത് കാണും. ഏതാ കൂടുതൽ, ഇത് അറേഞ്ച് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച് ആയിരിക്കും നല്ലത്? അറേഞ്ച്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? രജിസ്റ്റർ മാരേജിനെക്കാളും കൂടുതൽ അറേഞ്ച് മാരേജ് നല്ലത്. അതെന്താ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിട്ട് കിട്ടുന്നില്ല നല്ലത്. പ്രേമിക്കുമ്പോ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് അഭിപ്രായം? ഇതിനെ കുറിച്ച് മാത്രമല്ല, നിങ്ങളൊരു എനിക്ക് പ്രേമിച്ച് കിട്ടാൻ ആഗ്രഹം, പക്ഷെ പ്രേമിക്കാൻ കിട്ടുന്നില്ല. ലൈവില് ഫെയിം ആയിട്ടും ഒരാളല്ല. അങ്ങനല്ലല്ലോ അത്. അങ്ങനെയാകുമ്പോ ഇപ്പൊ ലോക ഫേമസ് അല്ലേ നിങ്ങൾ? ഇന്റർനാഷണൽ ലെവലല്ലേ? നമ്മള് പലതും വേണ്ടെന്ന് വെച്ചിട്ടാ പല ആൾക്കാരും മറ്റേ ലൈൻ അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിന് വന്നിട്ടുണ്ട്, ചീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രേമിക്കുക, തേപ്പ് കിട്ടുക, ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് എണ്ണമില്ല. പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ട്രാക്കിൽ അധികം പോയില്ല. പിന്നെ നമ്മൾ ഷോർട്ട് ഫിലിമിലൂടെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് നമുക്ക് അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളില്ല. കൊട്ടനെ അറിയാന്ന് ചോദിക്കുന്ന. കൊട്ടനെ അറിയോ? കൊട്ട അറിയില്ലടാ, കൊട്ടനെ അറിയില്ല. അല്ല, ഈഗിൾ ഗെയിമിങ്ങിനെ അറിയോ? കേട്ടിട്ടുണ്ട്. എന്തല്ലേ നിങ്ങൾ പറയുന്നത്? എടാ അങ്ങാണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത എന്താണ് ഡ്രീം പ്രൊജക്ട് എന്ന് വരുന്നുണ്ടോ? സിനിമകളോ? അങ്ങനെ കുറെ കാലമായില്ലേ. റിലീസ് ആയത് ബാഡ് ബോയ്സ് ആണ്. നിങ്ങൾ